അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോ അടുത്ത കൊല്ലാവണം എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ടൊന്ന് കിണുങ്ങാനിരിക്കാൻ. എന്റെ ഓണവും വേഗം കഴിഞ്ഞു കേട്ടോ. എന്താ വെച്ചാല് ആകെ 2-3 ദിവസമേ ഉണ്ടായുള്ളൂ. അമ്മമ്മ പറയും പോലെ നേരെ നിന്നോന്നായേ, ആകെ ഒരു കല്ലേ ഉള്ളൂ പറഞ്ഞേലെന്തിയാ. ആകെ 2-3 ദിവസമുണ്ട്, ചെന്ന് കാണാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഉത്രാടത്തുനാളെ നാട്ടിലെത്തിയതേ, അതുകൊണ്ട് പൂവിടലൊന്നും പ്രാവശ്യം ഉണ്ടായില്ല. ഓണത്തിന് പണ്ട് തറവാട്ടില് തൃക്കാക്കരപ്പനെ വെച്ചിരുന്നതൊക്കെ വല്യമാമയുടെ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വല്യമാമ തൃക്കാക്കരപ്പനെ തറവാട്ടിൽ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ കഥകൾ കേട്ടിട്ടുള്ള ഓർമ്മയുള്ളൂ. തറവാട്ടില് വല്യമാമ മണ്ണോണ്ടല്ലാതെ മരത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൃക്കാക്കരപ്പൻ ഉണ്ട് കേട്ടോ. അതിപ്പോഴും തറവാട്ടിന്റെ തട്ടും പുറത്ത് ഇരിക്കുന്നുണ്ട്. തറവാട്ടില് എന്ത് പൂജകൾ ഉണ്ടെങ്കിലും വല്യമാമയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഉത്തരാടത്തുനിന്ന് വൈകുന്നേരം ആയാലേ ഉറുമ്പുപുറ്റിന്റെ മണ്ണുകൊണ്ട് വേണത്രേ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാൻ. ഉറുമ്പുപുറ്റിന്റെ മണ്ണെടുക്കുമ്പോ ആദ്യം തൊഴുത് അനുവാദം വാങ്ങിയിട്ട് വേണം മണ്ണെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേദിച്ചിട്ടുള്ള അട എടുക്കാൻ അമ്പും വില്ലും ഉണ്ടാക്കിയിട്ട് ആ വില്ല് കുലച്ചിട്ട് അമ്പ് ചെയ്തിട്ട് വേണത്ര എടുക്കാൻ എന്നുള്ളതൊക്കെ ചില നാട്ടുകളിലേക്ക് കണ്ടിട്ടുണ്ട്. അമ്മമ്മയുടെ അച്ഛന്റെ വീട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു അത്രേ. അമ്മമ്മയുടെ അച്ഛൻ അമ്പും വില്ലും ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞു അമ്മമ്മ. അതുപോലെ പൂരാടത്തുന്ന രാത്രി ഉത്രാടത്തുന്ന പുലർച്ചെ പാണന്മാര് വന്നിരുന്നു അത്രേ. അവര് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വന്നിട്ട് ഓണപ്പാട്ടുകള് ഉടുക്കൊട്ടി പാടും അത്രേ. ആ പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അരി മുറുക്കാനുള്ളത്, ഓണപ്പട, എണ്ണ, പപ്പടം, നേന്ത്രപ്പഴം, പലഹാരങ്ങള് ഇതൊക്കെ കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ച് പറഞ്ഞയക്കാറുണ്ട് അത്രേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ തറവാടുകൾക്കും ആൾക്കാർക്കും കഥകൾക്കും ഒക്കെ ജരാനര ബാധിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ അമരരായി തീരട്ടെ അല്ലേ. അപ്പം എന്നാൽ ശരി, പോയിട്ട് പണിയുണ്ട്.